ഹലോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേന്ദ്ര ഇടക്കാല ബജറ്റ് 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സ് കുറെ പേര് കമന്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഒന്ന് ക്ലാസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്യണേ. വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത ക്ലാസ് ആയിട്ട് ഞാൻ വരാൻ പോകുന്നത് ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ചോദ്യങ്ങളുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ 7ാം തീയതി എക്സാം ഉള്ളവർക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആവും. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കേന്ദ്ര ഇടക്കാല ബജറ്റ് 2024-25 എന്താണ് ഈ ഇടക്കാല ബജറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് നമുക്കറിയാം ബജറ്റ് അവതരിപ്പിച്ചത് 2024 ഫെബ്രുവരി 1-നാണ്. നമുക്കറിയാം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടക്കാല ബജറ്റ് എന്നാണ് അതിനെ പറയാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു വർഷത്തിന് പുതിയൊരു സർക്കാർ വരുവാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ മോദി സർക്കാർ ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ പുതിയൊരു സർക്കാർ വരുന്നത്. അത് ചിലപ്പോൾ മോദി ആവാം, കോൺഗ്രസ് ആവാം, അന്നേരം നമുക്കൊരു ഉറപ്പില്ലല്ലോ. അതാണ് ഇടക്കാല ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെയുള്ള ഇടക്കാല രൂപരേഖ വരുന്ന ഒരു ബജറ്റിനെയാണ് ഇടക്കാല ബജറ്റ് എന്ന് പറയുന്നത്, ഇലക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം. അപ്പം ഒന്നുകൂടെ പറയാം. ബജറ്റ് അവതരിപ്പിച്ചത് 2024 ഫെബ്രുവരി 1. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കേന്ദ്ര ഇടക്കാല ബജറ്റ് 2024-25 അവതരിപ്പിച്ചത് 2024 ഫെബ്രുവരി 1-നാണ്. അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. നമ്മുടെ കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്തും അതുപോലെ തന്നെ ഈ മോദി സർക്കാരിന്റെ കാലത്തും ധനമന്ത്രി ആര് തന്നെയാണ്? നിർമ്മല സീതാരാമനാണ്. പിന്നെ അതുപോലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് ആയിരുന്നു കേന്ദ്ര ഇടക്കാല ബജറ്റ് 2024-25 കാലഘട്ടത്തിലെ കേന്ദ്ര ഇടക്കാല ബജറ്റ്. എന്താണ്? ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് ആയിരുന്നു കേന്ദ്ര ഇടക്കാല ബജറ്റ് 2024-25 കാലഘട്ടത്തിലെ. അതിന്റെ ടൈം ലെങ്ത് കൂടെ ഓർത്ത് വെച്ചോണം. 56 മുതൽ 58 മിനിറ്റ് വരെയായിരുന്നു. കാരണം സാധാരണ എല്ലാ ബജറ്റും നമുക്ക് ഒരു മണിക്കൂറിൽ കൂടുതലാണ് ഉണ്ടാവാറുള്ളത്. എല്ലാ ബജറ്റും ഒന്നര മണിക്കൂറോ 1 മണിക്കൂറൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ ഇത് ഈ ഒരു കേന്ദ്ര ഇടക്കാല ബജറ്റ് 2024-25 എന്താണ്? ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റാണ്. അതിന്റെ ബജറ്റിന്റെ എത്രയാണ്? 56 മുതൽ 58 മിനിറ്റ് വരെയായിരുന്നു അതിന്റെ ദൈർഘ്യം വന്നത് കേട്ടോ. പിന്നെ അതിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. ഏറ്റവും വലിയ നികുതി വരുമാന മാർഗം, അതായത് ഈ ഒരു ഇടക്കാല ബജറ്റിലെ ഏറ്റവും വലിയ നികുതി വരുമാന മാർഗം ഏതായിരുന്നു? ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് 19%. അപ്പൊ ഏറ്റവും വലിയ നികുതി വരുമാന മാർഗം ഇൻകം ടാക്സ് 19%. നോട്ട് ചെയ്തോണേ. ചിലപ്പം ബോക്സിനകത്തൊക്കെ തരാം ഇൻകം ടാക്സ് എത്ര ശതമാനമായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ നികുതി വരുമാന മാർഗം 2024-25 കാലഘട്ടത്തിൽ ഏതാണ്? ഇൻകം ടാക്സ് 19%. അപ്പൊ 2023-24 കാലഘട്ടത്തിലോ GST ആയിരുന്നു കേട്ടോ. 17% GST. അപ്പം ഇപ്പം നിലവിൽ 2024-25 കാലഘട്ടത്തിലെ വലിയ നികുതി വരുമാന മാർഗം ഏതാണ്? ഇൻകം ടാക്സ് ആണ് 19%. 23-24 കാലഘട്ടത്തിൽ, അതായത് ഒരു വർഷം മുമ്പ് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ GST ആയിരുന്നു കേട്ടോ 17% കേട്ടോ. GST 17%. അതോടെ ഓർത്ത് വെച്ചാണേ. 17%. പക്ഷേ 2024-25 കാലഘട്ടത്തിൽ ഇൻകം ടാക്സ് ആണ് ഏറ്റവും കൂടുതൽ, നികുതി വരുമാന മാർഗം 19%. അതിന്റെ കൂടെ തന്നെ ഓർത്ത് വെച്ചോ 18%ആയിട്ട് GST ബാക്ക് തൊട്ട് പുറകെ തന്നെ ഉണ്ട് കേട്ടോ. 18%. അതോടെ നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ ഏറ്റവും വലിയ വരുമാന മാർഗം, ഇത് ഏറ്റവും വലിയ നികുതി വരുമാന മാർഗമാണ്. നമ്മൾ ഇൻകം ടാക്സ് 19%ആയിട്ട് പഠിച്ചത്. അപ്പൊ ഇനി ഏറ്റവും വലിയ വരുമാന മാർഗം എന്താണ്? കടം വാങ്ങലും മറ്റു ബാധ്യതകളും 28% കേട്ടോ. അതാണ്. അപ്പോൾ നമ്മുടെ കേന്ദ്ര ഇടക്കാല ബജറ്റ് പ്രകാരം ഏറ്റവും വലിയ വരുമാന മാർഗം ഏതാണ്? കടം വാങ്ങലും മറ്റു ബാധ്യതകളും 28%. അതോടെ നിർത്തുകയാണ്. കടം വാങ്ങലും മറ്റു ബാധ്യതകളും 28%. 2023-24 ഇത് തന്നെ ആയിരുന്നു. അത് 34%. ഈ വട്ടം 28%. പിന്നെ നമുക്ക് 2024-25 ഇടക്കാല ബജറ്റ് പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ചിലവ് എന്താണ്? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. പലിശ അടവാണ്. അതുപോലെ തന്നെ സംസ്ഥാന വിഹിതവുമാണ്. 20% സംസ്ഥാന വിഹിതങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ 2024-25 ഇടക്കാല ബജറ്റ് പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും വലിയ ചെലവ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് പേയ്മെന്റും അതുപോലെ തന്നെ സംസ്ഥാന വിഹിതവും, അതായത് സംസ്ഥാനങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുന്നതൊക്കെയാണ്. നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലല്ലായിരുന്നു നമ്മുടെ കേരളവും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഭയങ്കര വഴക്കല്ലായിരുന്നു. കാര്യം ഇവിടുത്തെ മുഖ്യമന്ത്രി പറയും നമുക്ക് പൈസ തരുന്നില്ല, നമ്മൾ GSTയുടെ പോലും പൈസ തരുന്നില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യൂസിലൊക്കെ വാർത്തകളൊക്കെ വന്നല്ലോ. അത് തന്നെ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചോ. 2024-25
ഇടക്കാല ബജറ്റ് പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന് ഏറ്റവും വലിയ ചിലവ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് പേയ്മെന്റും സംസ്ഥാന വിഹിതവും കേട്ടോ. പിന്നെ 2024-25 ബജറ്റ് പ്രകാരം രാജ്യത്തിന്റെ ധനക്കമ്മി മൊത്തം DGPയുടെ 5.1% കുറയ്ക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലുമാണ്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോ. 2024-25 ഇടക്കാല ബജറ്റ് പ്രകാരം രാജ്യത്തിന്റെ ധനക്കമ്മി മൊത്തം GDPയുടെ 5.1% ആയിട്ട് കുറയ്ക്കും കേട്ടോ. അതുകൊണ്ട് ഓർത്തോണം. പിന്നെ ബജറ്റിന്റെ ലക്ഷ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബജറ്റിന്റെ ലക്ഷ്യം എന്താണ്? 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ബജറ്റിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ 2047 വികസിത ഭാരതം എന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുക. അപ്പൊ വികസന പ്രമേയമോടെ നോക്കണം. വികസന പ്രമേയം എന്താണ്? സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്, അതായത് എല്ലാവരുടെയും സമഗ്ര വികസനം എന്നാണ് പറയുന്നത്. അപ്പൊ വികസന പ്രമേയം എന്താണ്? സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്, അതായത് എല്ലാവരുടെയും സമഗ്ര വികസനം. പിന്നെ അതുമായിട്ട് നമ്മുടെ ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം പദ്ധതികളുണ്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അറിഞ്ഞിരിക്കേണ്ടതായിട്ട്. അതുകൂടെ നമുക്ക് നോക്കിയിട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് തന്നെ വരുന്ന അമൃത്കാൽ പദ്ധതിയാണ്. അമൃത്കാൽ പദ്ധതി എന്താണ്? അമൃത്കാൽ പദ്ധതി എന്ന് പറയുമ്പോൾ ഒരു സുസ്ഥിര വികസന പദ്ധതിയാണ് അമൃത്കാൽ പദ്ധതി. അതായത് അടിസ്ഥാന സൗകര്യവും നിക്ഷേപവും ഒക്കെയാണ് വരുന്നത്. അതായത് ആരോഗ്യം, പാർപ്പിടം, ടൂറിസം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനമാണ്. അതുപോലെ തന്നെ കൃഷിയും ഭക്ഷ്യ സംസ്കരണം. ഞാൻ ആദ്യമേ പറഞ്ഞു സുസ്ഥിര വികസന പദ്ധതിയാണ്. അടിസ്ഥാന സൗകര്യങ്ങളും നിക്ഷേപവും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു പദ്ധതിയാണ് അമൃത്കാൽ പദ്ധതി കേട്ടോ. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഏത് ക്യാൻസർ ആണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഓർത്ത് നോക്കണം, സെർവിക്കൽ ക്യാൻസർ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ വാക്സിൻ എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മെച്ചപ്പെട്ട പോഷകാഹാര വിതരണത്തിനും ശൈശവ പരിചരണത്തിനുമായി സാക്ഷം അംഗൻവാടി, പോഷൻ 2.0 എന്നീ പദ്ധതികളുടെ ത്വരിതപ്പെടുത്തൽ. അപ്പൊ എന്താണ്? മെച്ചപ്പെട്ട പോഷകാഹാര വിതരണത്തിനും ശൈശവ പരിചരണത്തിനുമായി സാക്ഷം അംഗൻവാടി, പോഷൻ 2.0 എന്നീ പദ്ധതികളുടെ ത്വരിതപ്പെടുത്തൽ കേട്ടോ. അതോടെ ഓർത്തോണം. പിന്നെ ഇന്ദ്രധനുഷിന്റെ ഭാഗമായി വാക്സിൻ കുത്തിവെപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് യുവിൻ പ്ലാറ്റ്ഫോം. വളരെ ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പൊ എന്താണ്? ഇന്ദ്രധനുഷ് മിഷന്റെ ഭാഗമായി വാക്സിൻ കുത്തിവെപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായുള്ള പ്ലാറ്റ്ഫോം ഏതാണ്? യുവിൻ പോർട്ടലാണ്. യുവിൻ പോർട്ടൽ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇന്ദ്രധനുഷ് മിഷന്റെ ഭാഗമായി വാക്സിൻ കുത്തിവെപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമാണ് യുവിൻ പോർട്ടൽ. അപ്പൊ ഇന്ദ്രധനുഷ് പദ്ധതി എന്താണ്? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിൻ ഉറപ്പാക്കാനുള്ള മിഷൻ ഇന്ദ്രധനുഷ് സജീവമാക്കും കേട്ടോ. അപ്പോൾ എന്താണ് ഇന്ദ്രധനുഷ് മിഷൻ? എന്താണ്? ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിൻ ഉറപ്പാക്കാനുള്ള മിഷൻ ഇന്ദ്രധനുഷ് സജീവമാക്കും. അപ്പോൾ ഇന്ദ്രധനുഷ് മിഷന്റെ ഭാഗമായി വാക്സിൻ കുത്തിവെപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായുള്ള പ്ലാറ്റ്ഫോം ഏതാണ്? യുവിൻ പോർട്ടൽ കേട്ടോ. പിന്നെ എല്ലാ ആശാ വർക്കേഴ്സിനും അംഗൻവാടി പ്രവർത്തകർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിലുള്ള ആരോഗ്യ പരിരക്ഷ നൽകും. അപ്പൊ ഏത് പദ്ധതിയുടെ കീഴിലാണ് ആരോഗ്യ പരിരക്ഷ നൽകുന്നതെന്നൊക്കെ PSCക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. എല്ലാ ആശാ വർക്കേഴ്സിനും അംഗനവാടി പ്രവർത്തകർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിലുള്ള ആരോഗ്യ പരിരക്ഷ നൽകും. പിന്നെ അടുത്തത് കടൽ വിഭവങ്ങളുടെ സംരക്ഷണം, ഇതുമായി ബന്ധപ്പെട്ട വികസനം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബ്ലൂ എക്കണോമി 2.0 ആവിഷ്കരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ബ്ലൂ എക്കണോമി 1.0 3.0 എന്നൊക്കെ ചോദിക്കാൻ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഓപ്ഷനിൽ ഇടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം. കടൽ വിഭവങ്ങളുടെ സംരക്ഷണം, ഇതുമായി ബന്ധപ്പെട്ട വികസനം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്ലൂ എക്കണോമി 2.0 ആവിഷ്കരിക്കും. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വ്യാപിപ്പിക്കും. പിന്നെ 5 അക്വാ പാർക്കുകൾ ആരംഭിക്കും. പിന്നെ നോട്ട് ചെയ്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്, ബജറ്റിൽ കൂടുതൽ തുക അനുവദിച്ച മന്ത്രാലയം ഏതാണ്? പ്രതിരോധ മന്ത്രാലയം കേട്ടോ. അപ്പം ബജറ്റിൽ കൂടുതൽ തുക
അനുവദിച്ച മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയമാണ് നോക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ രാജ്യത്തിന്റെ സുരക്ഷയാണല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രാലയത്തിനാണ് ഏറ്റവും കൂടുതൽ തുക അനുവദിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഏറ്റവും കുറവ് തുക അനുവദിച്ചത് ആർക്കാന്നുണ്ടെന്ന്, ഏത് മന്ത്രാലയത്തിലാണെന്നുണ്ടെന്ന് ഓർത്തു വെച്ചണം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിനാണ് ഏറ്റവും കുറവ് തുക അനുവദിച്ചത്. കൂടുതൽ പ്രതിരോധ മന്ത്രാലയം, കുറവ് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം. പിന്നെ അടുത്തത് PM ഫസൽ ബീമാ യോജന വഴി 4 കോടി കർഷകർക്ക് ക്രോപ്പ് ഇൻഷുറൻസ് നൽകി കേട്ടോ. അപ്പൊ ഏത് ഇൻഷുറൻസ് നൽകി എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ PM അതായത് പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ, അതാണ് പറയുന്നത് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. അതൊക്കെ ഓർത്ത് വെച്ചാൽ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്. PM ഫസൽ ബീമാ യോജന വഴി 4 കോടി കർഷകർക്ക് ക്രോപ്പ് ഇൻഷുറൻസ് നൽകി കേട്ടോ. ക്രോപ്പ് ഇൻഷുറൻസ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഈ ഒരു ബജറ്റ് എന്തായാലും പഠിക്കുവാണ്. അപ്പോൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസിലൂടെ നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഹെൽപ്ഫുൾ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാം. ആർട്ടിക്കിൾ 109 എന്താണ്? മണി ബില്ലുകളെ സംബന്ധിച്ചുള്ള പ്രത്യേക നടപടിക്രമം. ആർട്ടിക്കിൾ 109 എന്താണ്? മണി ബില്ലുകളെ സംബന്ധിച്ചുള്ള പ്രത്യേക നടപടിക്രമം. ആർട്ടിക്കിൾ 110 എന്താണ്? മണി ബില്ല് നമ്മൾ ഓൾറെഡി അറിയാം. അപ്പോൾ ആർട്ടിക്കിൾ 110 മണി ബില്ലുകളുടെ നിർവചനം. ആർട്ടിക്കിൾ 112 എന്താണ്? വാർഷിക സാമ്പത്തിക പ്രസ്താവന, അതായത് ബജറ്റ് ആണ്. ആർട്ടിക്കിൾ 112 ബജറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചോ. ആർട്ടിക്കിൾ 112 ബജറ്റ്. പിന്നെ ആർട്ടിക്കിൾ 116 വോട്ട് ഓൺ അക്കൗണ്ട് ആണ്. വോട്ട് ഓൺ അക്കൗണ്ട്. ഈ വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നതാണ് ഇടക്കാല ബജറ്റ് കേട്ടോ. വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നതാണ് ഇടക്കാല ബജറ്റ് കേട്ടോ. 116 ആർട്ടിക്കിൾ 116. പിന്നെ ഇത് ചോദിക്കാമേ, ആർട്ടിക്കിൾ 116 ഏതാണ്? വോട്ട് ഓൺ അക്കൗണ്ട് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ. ഇടക്കാല ബജറ്റ് അന്നൂടെ ഓർത്ത് വെച്ചു. പിന്നെ ആർട്ടിക്കിൾ 117 എന്താണ്? സാമ്പത്തിക ബില്ലുകൾ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകളാണ് കേട്ടോ. പിന്നെ ആർട്ടിക്കിൾ 280 എന്താണ്? ധനകാര്യ കമ്മീഷൻ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ. 281 എന്താണ്? ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളാണ്. പിന്നെ ആർട്ടിക്കിൾ 292 എന്താണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ കടമെടുപ്പാണ് കേട്ടോ. ഇന്ത്യ ഗവൺമെന്റിന്റെ കടമെടുപ്പാണ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ കൂട്ടുകാർ കമന്റ് ആയിട്ട് ചോദിച്ചു കേന്ദ്ര ഇടക്കാല ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഇടാമോ എന്ന്. അത് അവർക്ക് വേണ്ടിയുള്ള ഒരു പെട്ടെന്നുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചുള്ളൊരു പെട്ടെന്നുള്ളൊരു ക്ലാസ് ആയിരുന്നു നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത്. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം ഈ ക്ലാസ് ഇട്ട് തന്നെ ഇതിന്റെ കൂടെ തന്നെ ഉടനെ തന്നെ നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയർ ചോദ്യങ്ങൾ ഒരു ക്ലാസ് ചെയ്യുന്നതാണ്. അതായത് 7-ാം തീയതി നടക്കുന്ന, അതായത് നാളെ നടക്കുന്ന LDC എക്സാംസിന് എഴുതുന്ന കൂട്ടുകാർക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിലുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫയറിന്റെ ഒരു ക്ലാസ്സസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിനോട് അടുത്ത് തന്നെ നമ്മൾ ആ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. മാക്സിമം അതുകൂടെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ.